മൂന്നാമത് അന്തർദേശീയ ദേവാലയ സംഗീതജ്ഞരുടെയും വ്യാഖ്യാതാക്കളുടെയും സമ്മേളനം ഫ്രാൻസിസ് പാപ്പായുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു. നവംബർ 7-ന് ആരംഭിച്ച സമ്മേളനം വത്തിക്കാനിലെ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ കൾച്ചർ പ്രസിഡന്റ് കർദിനാൾ ജീൻ ഫ്രാങ്കോ റവാസിയുടെ വിഷയാവതരണത്തോടെയാണ് ആരംഭിച്ചത്. മൂന്നാമത് അന്തർദേശീയ ദേവാലയ സംഗീതജ്ഞരുടെയും വ്യാഖ്യാതാക്കളുടെയും സമ്മേളനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു. കലാകാരനും സംഗീതജ്ഞനും വ്യാഖ്യാതാവും ദൈവത്തിന്റെ സൗന്ദര്യത്തിന്റെ ആസ്വാദകരാണെന്നും മാർപ്പാപ്പ പൗൾ 6 മാർപ്പാപ്പയെ കടമെടുത്തുകൊണ്ട് ലോകത്തിന് സ്വർഗീയാനുഭവം പകർന്നു കൊടുക്കലാണ് ദേവാലയ സംഗീതജ്ഞരുടെ കടമയും ദൗത്യവുമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. നവംബർ 7-ന് ആരംഭിച്ച സമ്മേളനം വത്തിക്കാനിലെ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ കൾച്ചർ പ്രസിഡന്റ് കർദിനാൾ ജീൻ ഫ്രാങ്കോ റവാസിയുടെ വിഷയാവതരണത്തോടെ ആരംഭിച്ചു. ലണ്ടനിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിലെ ജെയിംസ് ഡോണൽ, റോമിലെ സംഗീത പഠന കേന്ദ്രമായ സെന്റ് ആൻസലമിലെ അധ്യാപകനായ ബെനഡിക്റ്റൈൻ വൈദികൻ ജോർദി പിക്വ, വത്തിക്കാനിലെ ഗായക സംഘത്തിന്റെ തലവൻ, അമേരിക്ക, പോളണ്ട്, ക്യൂബ, ജർമ്മനി, കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ സന്ധ്യാനമസ്കാരം ഉണ്ടായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഒരുമിച്ച് വിശുദ്ധ ബലിയർപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ സമ്മേളനത്തിന്റെ സമാപനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിൽ ന്യൂയോർക്കിൽ നിന്നുള്ള പിയാനോയിസ്റ്റും ഗ്രാമി അവാർഡ് ജേതാവുമായ ജെ റൈറ്റ് പിയാനോ അവതരിപ്പിച്ചു. കോൺഫറൻസിന്റെ സമാപനത്തിൽ ക്യൂബയിൽ നിന്നുള്ള ആർക്ക ലോങ്ക ഗായക സംഘം ഗാനാലാപനം നടത്തി. വത്തിക്കാനിൽ നിന്ന് ഷെക്കേന ന്യൂസിനു വേണ്ടി ഫാദർ ജിയോ തരകൻ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.